ജെയിംസ് വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ആദ്യം ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് പ്രവിത, ഹായ്. നമുക്ക് ആദ്യം പശ്ചിമേഷ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സമാധാന കരാർ അതിന്റെ ആദ്യഘട്ടം സാധ്യമായിരിക്കുന്നു. സൈന്യം പിന്മാറിയതിന് പിന്നാലെ 10,000-കണക്കിന് പേർ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്നു. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട്, എവിടേക്കാണ് അവർ മടങ്ങുന്നത്? എത്രയോ കുഞ്ഞുങ്ങൾക്കാണ് അച്ഛനും അമ്മയും ഇല്ലാത്തത്, അതുപോലെ തന്നെ ആരോരും ഇല്ലാത്ത നിരവധി പേരുണ്ട്. അപ്പോൾ അവിടെ ഒരു പുനർനിർമ്മാണമൊക്കെ സാധ്യമാകുമോ എന്നുള്ള ചോദ്യമൊക്കെ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. 1993 ഓസ്ലോ കരാർ നമ്മുടെ മുന്നിലുണ്ട്. ഇത് എപ്പോൾ ലംഘിക്കപ്പെടുമെന്ന് ചോദ്യം ഉയർത്തുന്ന ഒരു വിഭാഗവും ഉണ്ടല്ലോ. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും, പ്രവിതയും ക്രിസ്റ്റീനയും, ഗസയിലേക്ക് പോകാൻ തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഉത്തരം പിന്നീട് പറഞ്ഞാൽ മതി. എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വളരെ ആശ്വാസകരമെന്ന് പറയുമ്പോഴും സങ്കടകരമായൊരു മടക്കയാത്രയാണ്. അതിൻ്റെ വിഷ്വൽസൊക്കെ കാണുമ്പോൾ ഈ ഖാൻ യൂണിസിൽ നിന്ന്, റഫയിൽ നിന്ന്, പ്രത്യേകിച്ച് തെക്കൻ ഗസയിൽ നിന്ന് ഗസ സിറ്റിയിലേക്ക്, അതുപോലെ തന്നെ വടക്കൻ ഗസയിലെ പല ഭാഗങ്ങളിലേക്കുള്ള ഒരു മടക്കയാത്ര എന്ന് പറയുന്നത്, അവിടെ ചെന്ന ആൾക്കാർ തന്നെ പറയുന്ന അവരുടെ വീടുകളൊന്നും കാണാനില്ല, എല്ലാം ഇടിച്ചു നിരത്തിയിരിക്കുക. അവിടെയുള്ള കെട്ടിടങ്ങളിൽ ഏതാണ്ട് ഒരു 4 ലക്ഷത്തോളം കെട്ടിടങ്ങൾ തകർത്ത് കളഞ്ഞു. 92% വീടുകൾ ഇല്ലാതായി. അപ്പോൾ ആ തരത്തിൽ വളരെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മുകളിൽ ആകാശവും താഴെ ഭൂമിയും എന്ന തലത്തിലേക്കാണ് ലക്ഷക്കണക്കിന് ഗസയിലെ പാലസ്തീനികൾ മടങ്ങുന്നത്. അവർക്കിനി ഒന്നുമില്ല, ശേഷിക്കുന്നില്ല. ടെൻറ്റുകളിൽ പട്ടിണി, വിശന്നൊട്ടിയ വയറുകളുമായിട്ടാണ്. ഇപ്പോഴും അവിടുത്തെ പാതകൾ, അതിർത്തിയിലെ പാത തുറന്നു കൊടുത്തിട്ടില്ല. തുറന്നു കൊടുത്താൽ മാത്രമേ 600 ട്രക്ക് ഇപ്പോൾ തന്നെ റെഡിയായിട്ട് നിൽപ്പുണ്ട് ഭക്ഷണം കൊണ്ടുപോകാൻ. കാരണം ഇപ്പം തന്നെ യുണിസെഫിൻ്റെ വലിയ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. ഉടനെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ 1000-കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴും. അത്ര അവസ്ഥയാണ്, അത്രയും വലിയ പട്ടിണിയാണ്. അപ്പോൾ 10,000-കണക്കിന് ആൾക്കാർ മടങ്ങുന്നു എന്ന ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇതിനിടയിലും വരുന്നത്. ഒപ്പം തന്നെ ഇസ്രായേൽ സേന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പിന്മാറി എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. പക്ഷെ അവർ പൂർണ്ണമായിട്ട് ഗസ വിട്ടു പോയിട്ടില്ല, അതിൻ്റെയൊക്കെ അതിർത്തികളിലുണ്ട്. സൈന്യമുള്ളിടത്തേക്ക് ആൾക്കാരോട് പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. ഒരുപക്ഷെ സൈന്യത്തെ ആക്രമിക്കാൻ ചെല്ലും എന്നുള്ള ഭയം കൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ഏറ്റവും എല്ലാവരും നോക്കിയിരിക്കുന്നത് ഈ ഒക്ടോബർ 7, 2023 ഹമാസ് പിടിച്ചുകൊണ്ടുപോയ 48 ബന്ദികളെ കൂടി വിട്ടയക്കാനുണ്ട്. അതിൽ 20 പേർ മാത്രമാണ് ജീവനോടെ ഇരിക്കുന്നുള്ളൂ. 28 പേരുടെ മൃതശരീരമായിരിക്കും വിട്ടുകൊടുക്കുന്നത്. അത് വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ചും, അതുപോലെ തന്നെ ഈ ഇസ്രായേലിൻ്റെ ജയിലിൽ കിടക്കുന്ന 250 പലസ്തീൻ തടവുകാർ, അവർ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന അവരുടെയൊക്കെ കുടുംബാംഗങ്ങൾ ഇവിടെ ഗസയിലും വെസ്റ്റ് ബാങ്കിലൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരണം. അതുകൂടാതെ യുദ്ധം ആരംഭിച്ച സമയത്ത് അറസ്റ്റ് ചെയ്ത സാധാരണക്കാരായിട്ടുള്ള 1700-ലേറെ പേർ, അതിൽ 22 കുട്ടികളുമുണ്ട്, അവരെയൊക്കെ തിരിച്ചു വരുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന വാർത്ത വരുന്നു. അതിനിടയിലാണ് ഞാൻ പറഞ്ഞ അടിയന്തരമായി ഭക്ഷണം എത്തിക്കേണ്ട അവസ്ഥ. അത്രയും പട്ടിണിയും പരിവട്ടത്തിലാണ്. രാത്രി കിടന്നുറങ്ങാൻ സ്ഥലമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതിനിടയിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ പൂർത്തിയാവുന്ന കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഖത്തറി പ്രധാനമന്ത്രി UN-ഉമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് സംസാരിച്ചു. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് നിരായുധീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഏതായാലും കരാറുകൾ പാലിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ട്രംപ് അതിനിടയിൽ ഒരുപക്ഷെ നൊബേൽ സമ്മാനം കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ കൂടിയാണ് ട്രംപ് ഇരിക്കുന്നത്. അതിൻ്റെ വലിയ പ്രതിഷേധം വൈറ്റ് ഹൗസിൽ നിന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപ് അപ്ലൈ ചെയ്തത് തന്നെ ഫെബ്രുവരി 1 ശേഷമാണ്. ഫെബ്രുവരി 1 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരാൾ കൊട്ടിഘോഷിച്ച് എനിക്ക് സമാധാന സമ്മാനം തരണമെന്ന് പറയുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഗസയിൽ ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടായതിലും യുദ്ധം അവസാനിക്കുന്നതിലും ട്രംപിനും അമേരിക്കയ്ക്കും പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.